എല്ലാവർക്കും നമസ്കാരം. ഡൽഹിയിലെ ചെങ്കോട്ട ബോംബ് സ്ഫോടനത്തെ തുടർന്ന് നമ്മുടെ നാട്ടിലടക്കം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലെത്തിയ വാക്കാണ് വൈറ്റ് കോളർ ടെററിസം അഥവാ വെള്ളക്കോളർ ഭീകരത. എന്താണ് ഈ വെള്ളക്കോളർ ഭീകരത എന്നതിനെക്കുറിച്ച് നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളൊക്കെ തന്നെ വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പൊതുജനങ്ങളുടെ ഒരു അവയർനെസ്സിന് വേണ്ടി മുന്നിലേക്ക് വയ്ക്കുന്നത്. അതിൽ ദൃശ്യമാധ്യമങ്ങളും പ്രിൻ്റ് മാധ്യമങ്ങളും ഒക്കെ തന്നെയുണ്ട്. ഡിജിറ്റൽ മാധ്യമങ്ങൾ അവരുടേതായ നിലയ്ക്കും അതെന്താണ് അതിൻ്റെ ഭീകരത, ഏതൊക്കെ രീതിയിലാണ് ഈ വെള്ളക്കോളർ ഭീകരത നമ്മുടെ നാട്ടിൽ പടരുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു അവബോധമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് എന്താണ് വെള്ളക്കോളർ ഭീകരത എന്നതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാർ അറിയുന്ന സമയത്ത് ചില ആൾക്കാർക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നത്. എന്തായാലും ഞാനിതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമ സ്ഥാപനത്തിലെ ഒരു പ്രവർത്തകൻ എന്താണ് വെള്ളക്കോളർ ഭീകരത, അത് ഏതൊക്കെ മേഖലകളിലുണ്ട് എന്നൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് അതിൽ മാധ്യമ സ്ഥാപനങ്ങളിലും ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് സൂചിപ്പിച്ചു. അതിനെ തുടർന്ന് അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ വളരെ ഞെട്ടി പൊട്ടിത്തെറിക്കുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടു. പൊട്ടിത്തെറിക്കുക എന്ന് ഞാൻ പറഞ്ഞത് ലിറ്ററൽ സെൻസിൽ മാത്രം എടുത്താൽ മതി. എന്തായാലും അതൊക്കെ വളരെ കൗതുകകരമായിട്ട് തോന്നി. കാരണം ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ചില ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്തായാലും എന്താണ് വെള്ളക്കോളർ ഭീകരത, നമ്മുടെ നാട്ടിൽ വെള്ളക്കോളർ ഭീകരത പടരാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. നോക്കാം. നമുക്കറിയാം, വെള്ളക്കോളർ ഭീകരത എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ട്രഡീഷണലായിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണോ തീവ്രവാദത്തിനെ കാണുന്നത് ആ രീതിയിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തൊഴിൽ മേഖലകളിലുള്ള ആൾക്കാർ, എന്നാൽ തീവ്രവാദികളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ചില ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ വ്യാപരിക്കുന്ന മേഖലകളാണ് ചില വൈറ്റ് കോളർ ജോലികൾ. ഉദാഹരണത്തിന് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ, അതിൽ ഡോക്ടർമാരുണ്ടാകാം, എഞ്ചിനീയർമാരുണ്ടാകാം, IT ജോലി രംഗത്തുള്ള ആൾക്കാരുണ്ടാകാം, മാധ്യമ സ്ഥാപനങ്ങളിലുള്ള ആൾക്കാരുണ്ടാകാം. ഇവരെല്ലാം സമൂഹത്തിലെ ഒരു എലീറ്റ് എന്ന് തോന്നുന്ന തരത്തിലുള്ള കാറ്റഗറിയിലുള്ള കുറേ ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ ജോലികളുമായി ബന്ധപ്പെട്ട് അവർ സാധാരണ വളരെ ബിസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ബിസി ആയിരിക്കുക എന്ന് പറയുന്നതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷനും ഉണ്ടായിരിക്കും. അവർക്ക് ജോലി സംബന്ധമായിട്ട് കുറേ തിരക്കുകളുണ്ട്, ജോലി സംബന്ധമായിട്ട് കുറേ യാത്രകളുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടേത് ഏതോ ഒരു പ്രത്യേക മേഖലയാണ്, അതിന് അതിൻ്റേതായിട്ടുള്ള തിരക്കുകളുണ്ട്, അതുകൊണ്ട് അവർ ഈസിലി അവൈലബിൾ അല്ല എന്നുള്ള ഒരു പ്രതീതിയാണ് സാധാരണ ആൾക്കാർക്കുണ്ടാകുന്നത്. തന്നെയുമല്ല, ഒരു എലീറ്റിസ്റ്റ് തൊഴിൽ ഗണത്തിൽ ഉൾപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് സമൂഹത്തിൻ്റെ മേലേക്കിടയിലുള്ള ആൾക്കാരോട് ആക്സസും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ജോലിയുടെ ഭാഗമായി ആൾക്കാർക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് എന്തൊക്കെയാണോ അതെല്ലാം തന്നെ ഇവർക്ക് കിട്ടുകയും ചെയ്യും. പക്ഷെ പല ആൾക്കാരും പലപ്പോഴും ഇൻട്രോവേർട്ടുകളായിട്ടൊക്കെ തന്നെ പ്രവർത്തിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇതിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം, ഇവരുടെ എല്ലാവരുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് തീവ്രവാദ പ്രവർത്തനം തന്നെയാണ്. നമ്മുടെ രാജ്യത്തിനെ എങ്ങനെ ശിഥിലമാക്കാം, സാമ്പത്തികമായിട്ട് എങ്ങനെ തകർക്കാം, സാമൂഹ്യമായിട്ട് വളരെ കൂടുതൽ ഭീതി നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ ഉണ്ടാക്കാം, ആൾക്കാർ തമ്മിൽ മതപരമായിട്ടുള്ള സ്പർദ്ധ എങ്ങനെ ഉണ്ടാക്കാം തുടങ്ങിയ കുറേയധികം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചിന്തകളായിരിക്കും ഇവർക്ക് സാധാരണയുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, വേൾഡ് ട്രേഡ് സെൻറ്റർ ഭീകരാക്രമണത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സ്പിയർ ഹെഡ് ചെയ്തിരുന്ന വ്യക്തി, അയാളൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ് എന്നുള്ള വാർത്തയൊക്കെ ആ സമയത്ത് തന്നെ വന്നിരുന്നു. അപ്പോൾ വളരെ എലീറ്റിസ്റ്റായിട്ടുള്ള ഒരു ജോലി അത് ചെയ്യുന്ന, അതിൽ നിന്ന് വരുമാനം നേടുന്ന, അതുകൊണ്ട് തന്നെ അതിൻ്റെ തിരക്കുകളിലും മറ്റും മുഴുകിയിരിക്കുന്ന ഒരാൾ എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതീതിയാണ് ഇവരുണ്ടാക്കുക. ഇത് രണ്ട് രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒന്ന്, താഴെ തട്ടിലുള്ള ആൾക്കാരുമായിട്ട് ഇവർക്ക് വളരെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തുന്നതിന് സാധിക്കും. ഇവരുടെ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ പെട്ടെന്ന് അങ്ങനെ ഒരു റഡാറിൻ്റെ കീഴിൽ വരില്ല, അങ്ങനെ പെട്ടെന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്യപ്പെടുകയില്ല തുടങ്ങിയ കുറേയധികം സൗകര്യങ്ങളുണ്ട്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ഭീകരപ്രവർത്തനം നടത്തുന്നയാളാണെങ്കിൽ ഒരു മേഖലയിൽ പോയി താമസിക്കുന്ന സമയത്ത് അയാൾക്ക് അവിടെ ജോലിയും കാര്യങ്ങളും ഒന്നുമില്ല എങ്കിൽ ആ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് അക്ലമറ്റൈസ് ചെയ്യുന്നതിനൊക്കെ തന്നെ കുറേയധികം സമയം വേണ്ടിവരും. അയാളെ ഒരുപക്ഷെ ഒരു ഓഡിറ്റിയോടുകൂടി ആൾക്കാർ കാണാനുള്ള സാധ്യതയുണ്ട്. അതൊന്നുമില്ല എന്നുള്ളതാണ് ഈ വെള്ളക്കോളർ ജോലികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അവർക്ക് ഈ ജോലിയുടെ ഭാഗമായി തന്നെ പല സ്ഥലങ്ങളിലേക്ക് ഡയറക്റ്റ് ആക്സസ് കിട്ടുന്നു. അവർക്ക് വെൽ സെറ്റിൽഡ് ആകാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും കിട്ടുന്നു. ഇങ്ങനെ കുറേയധികം ഗുണങ്ങൾ ഈ വൈറ്റ് കോളർ ജോലികളുടെ ഭാഗമായിട്ടുണ്ട്. തന്നെയുമല്ല, ഈ വൈറ്റ് കോളർ ജോലികൾ ഉള്ള എലിറ്റിസ്റ്റായിട്ടുള്ള ആൾക്കാരെ കിട്ടുക എന്നുള്ളത് തീവ്രവാദികൾക്കും വളരെ ആവശ്യമുള്ള കാര്യമാണ്. കാരണം പലപ്പോഴും അവരുടെ ഈ തീരുമാനങ്ങളൊക്കെ തന്നെ സ്പിയർ ഹെഡ് ചെയ്യുന്ന ആൾക്കാർ, അതിന് ബ്രെയിൻ സ്റ്റോം ചെയ്യുന്ന ആൾക്കാർ, മാസ്റ്റർ മൈൻഡ് ചെയ്യുന്ന ആൾക്കാർ, അതിന് സാങ്കേതികമായിട്ടുള്ള സഹായം എത്തിക്കുന്ന ആൾക്കാർ, സാങ്കേതികമായി മറ്റ് സഹായം നൽകാൻ കഴിവുള്ള ആൾക്കാരിലേക്ക് ആക്സസ് എത്തിക്കുന്ന ആൾക്കാർ, ഇങ്ങനെ കുറേ കണ്ണികളായി പ്രവർത്തിക്കുക, ഈ ശൃംഖലയുടെ മൊത്തത്തിലുള്ള ചാലക ശക്തികളായി പ്രവർത്തിക്കുക
തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദ ശൃംഖലയിൽ ഇവർക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് സവിശേഷമാണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരേതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്ന സമയത്ത് അവരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകുന്നില്ല. മറിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പെട്ടെന്ന് അവിടെ അവർ നാച്ചുറലൈസ് ചെയ്യപ്പെടുന്നതിനുള്ള സാധ്യതയുമുണ്ട്. അവർക്ക് എല്ലാവിധ ആക്സസ് ഉണ്ട്, അവർക്ക് സ്വാധീനമുണ്ട്, പവറുണ്ട്, പണമുണ്ട്, ഇങ്ങനെയുള്ള കുറേയധികം ഗുണങ്ങളുമുണ്ട്. ഇതെല്ലാം തന്നെ ടാപ്പ് ചെയ്ത് ഉപയോഗിക്കുന്നത് ഈ ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടി അതിൻ്റെ ശൃംഖലയിൽപ്പെട്ട മറ്റുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ ഹാൻഡ്ലേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ എന്താണ് വെള്ളക്കോളർ ഭീകരത എന്നതിനെക്കുറിച്ച് നമ്മളെല്ലാവരും തന്നെ അവെയർ ആയിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ പഹൽഗാമിൽ ഉണ്ടായത് വെള്ളക്കോളർ ആക്രമണമല്ല, മറിച്ച് അവിടെ സാധാരണ ഗതിക്ക് നമ്മൾ കാണുന്ന തരത്തിലുള്ള ഒരു തീവ്രവാദ ആക്രമണമാണ്. മറിച്ച് അതിന് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നുവെങ്കിൽ അത് കുറച്ചുകൂടി കോംപ്ലക്സ് ആകുമായിരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ വൈറ്റ് കോളർ ടെററിസം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. അത് നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടുന്ന ഒരു സിറ്റിസൺ അവെയർനെസ് എന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുക എന്നുള്ളതും പ്രധാനമാണ്. ചുരുക്കി പറഞ്ഞാൽ കൺസൾട്ടൻ്റായി പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഏതെങ്കിലും തരത്തിൽ ആക്ടിവിസ്റ്റുകളായി പ്രവർത്തിക്കുന്ന ആൾക്കാർ, മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ, അക്കാഡമിക് രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ, ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഇങ്ങനെ അവർക്ക് കടന്നു കയറാൻ കഴിയാത്ത മേഖലകളില്ല എന്നുള്ളതാണ് പ്രധാനം. ആൾക്കാരിൽ നഷ്ടബോധമുണ്ടാക്കുക, ഇവിടെ ഒരു ജനാധിപത്യ സമൂഹമാണ് എങ്കിൽ പോലും അതിനല്ല കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന രീതിയിലത്തേക്കുള്ള റാഡിക്കലായിട്ടുള്ള ചിന്തകൾ ആൾക്കാരിൽ ഉണ്ടാക്കുക, അതിനെ പിന്നീട് പരിപോഷിപ്പിച്ച് വളർത്തിയെടുത്ത് ഇവരെയൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലത്തേക്ക് കൊണ്ടുപോവുക തുടങ്ങിയ കുറേയധികം പ്രക്രിയ ഈ വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ ഭാഗമായിട്ടുമുണ്ട് എന്നുള്ളതും പ്രധാനമാണ്. അതേപോലെ തന്നെ തീവ്രവാദികൾക്കെതിരായിട്ടുള്ള സ്റ്റേറ്റിൻ്റേതായിട്ടുള്ള കുറേയധികം നടപടികളും കാര്യങ്ങളും വരുന്ന സമയത്ത് അവിടെ ഒരു ഇരവാദവും മറ്റും കൊണ്ടുവരാനുള്ള ഒരു നറേറ്റീവ് സെറ്റ് ചെയ്യുന്നതുമൊക്കെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വൈറ്റ് കോളർ ടെററിസ്റ്റുകളായിരിക്കും. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ കുറച്ച് എലീറ്റിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഫിലോസഫി, നല്ല രീതിയിലുള്ള ആർട്ടിക്കുലേഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഇവർക്ക് സ്വായത്തമായിട്ടുണ്ടാകും. അതുകൊണ്ട് അതിനെയെല്ലാം ഫലപ്രദമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ആൻറ്റി ടെറർ ആക്ടിവിറ്റിക്ക് എതിരായിട്ട് ഒരു സെൻറ്റിമെൻ്റലിസം വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു പെർസെക്യൂഷൻ ആംഗിളൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും വൈറ്റ് കോളർ ഭീകരർക്ക് സാധിക്കും. ഓർക്കുക, സാധാരണഗതിയിൽ ഒരു സൈറ്റിലേക്ക് പോയി ഒരു തീവ്രവാദ പ്രവർത്തനം എക്സിക്യൂട്ട് ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. പക്ഷേ വേണ്ടി വന്നാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാനും അവർ മടിക്കില്ല എന്നുള്ളതും അവരുടെ മനസ്സിന് കിട്ടുന്ന ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. നമുക്ക് ഡൽഹിയിൽ കണ്ടതാണ്. ഈ പറയുന്ന ഡോക്ടറൊക്കെ തന്നെയാണ് അവിടെ ഈ എക്സ്പ്ലോസീവ്സും മറ്റുമായി പോയി മണിക്കൂറുകൾ അവർ പാർക്കിംഗ് ലോട്ടിലും മറ്റുമൊക്കെ കൊണ്ട് വണ്ടിയിടുകയും അവസാനം ഏറ്റവും തിരക്കുള്ള ഒരു സമയത്ത് ഈ വാഹനം കൊണ്ടുപോയി ബ്ലാസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വൈറ്റ് കോളർ ടെററിസ്റ്റുകളാണ് സാധാരണ ഒരു ഇൻ്റലക്ച്വൽസ് എന്നുള്ള ഒരു മേലങ്കി കൂടി അണിഞ്ഞുകൊണ്ട് ഈ ഓൺലൈൻ ലെക്ചറും മറ്റ് കാര്യങ്ങളുമൊക്കെ കൊടുക്കുക. അതേപോലെ തന്നെ ടെററിസത്തിനെ വളരെ സാമാന്യവൽക്കരിച്ചുകൊണ്ടുള്ള തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളും മറ്റും ഇറക്കുക. അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു ക്യൂറേറ്റഡ് നറേറ്റീവ് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഈ പെർസെക്യൂഷൻ ആംഗിളിനെയൊക്കെ തന്നെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് ഈ തീവ്രവാദത്തിന് അനുകൂലമായിട്ടുള്ള കുറേയധികം മീഡിയ നറേറ്റീവുകൾ സൃഷ്ടിക്കുക, സോഷ്യൽ മീഡിയ നറേറ്റീവുകൾ സൃഷ്ടിക്കുക, ഇതൊക്കെ ഇവരുടെ ഒരു ലീലാവിലാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ അതേ നിലപാടാണ് സീറോ ടോളറൻസ് ടുവേർഡ്സ് ടെററിസം. തീവ്രവാദത്തിനോട് ഒരു തരത്തിലും സന്ധി ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത്. ഭീകരവാദത്തിനെ നോർമലൈസ് ചെയ്യുന്നതിനുള്ള ഒരു ശ്രമവും നമ്മൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ പാടുള്ളതല്ല. മൗനം കൊണ്ട് പോലും നമ്മളതിനെ അംഗീകരിക്കാൻ പാടുള്ളതല്ല. പല തരത്തിലുള്ള നാരേറ്റീവുകളാണ് പലപ്പോഴും നമ്മളിതിൽ കാണുക. ഇപ്പോൾ ഇന്ത്യയിൽ ഏതാണ്ട് എല്ലാ വർഷവും ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഭരണകൂടം തന്നെയാണ് ഇങ്ങനെ ബോംബ് ബ്ലാസ്റ്റുകളൊക്കെ തന്നെ പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ നറേറ്റീവൊക്കെ തന്നെ ഈ ബ്ലാസ്റ്റ് ഉണ്ടായിട്ട് ഏതാനും മിനിറ്റുകൾക്കകം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നിലിരുന്ന് ഈ ആശയങ്ങളെല്ലാം തന്നെ നൽകുന്നത് ഇതേപോലെയുള്ള വൈറ്റ് കോളർ ടെററിസ്റ്റുകളാണ്. അവരാണ് ഇതിനെ സാമാന്യവൽക്കരിക്കുന്നതിന് വേണ്ടി ഇതിൽ ആരാണോ കുറ്റവാളി ആ കുറ്റവാളിയെ കുറ്റക്കാരനാണ് എന്ന രീതിയിൽ കാണാതിരിക്കുന്നതിനും, മറിച്ച് ഭരണകൂടത്തിന് നേരെ നമ്മൾ സംശയത്തോടു കൂടി നോക്കണം, അവർക്കാണ് ഈ ബ്ലാസ്റ്റിൻ്റെ ഗുണം, അതുകൊണ്ട് തന്നെ ഇത് അവരുടെ നറേറ്റീവാണ് എന്നൊക്കെ വരുത്തി തീർത്ത് സമൂഹത്തിലൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക, ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വാസം ഇല്ലാതെ ഇരിക്കുക തുടങ്ങിയ കുറേയധികം മാർഗ്ഗങ്ങൾ ഈ ഒരു നറേറ്റീവിൻ്റെ ഭാഗമായിട്ട് ഇവർ കാൽക്കുലേറ്റഡ് ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ബ്ലാസ്റ്റ് നടന്ന് ഏതാനും മിനിറ്റുകൾക്കകം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് പല ഭാഗത്തു നിന്ന് ഒരേ തരത്തിലുള്ള നറേറ്റീവാണ് വരുന്നത്. അതെല്ലാം കേന്ദ്ര സർക്കാരിനെ തന്നെ സംശയിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു നറേറ്റീവാണ്.
എന്തുകൊണ്ടാണത് വരുന്നത്, എന്തുകൊണ്ടാണത് അത്ര പെട്ടെന്ന് വരുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് വൈറ്റ് കോളർ ടെററിസം തന്നെയാണ്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന രീതിയിലുള്ള ടെററിസം അത് മാത്രമേ എല്ലാ കാലവും ഉണ്ടാകൂ എന്ന രീതിയിലത്തേക്കുള്ള ഒരു അസംഷൻ നമുക്ക് പാടില്ല. മറിച്ച് തീവ്രവാദികളും ഇന്നത്തെ കാലത്തിന് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിലത്തേക്ക് പല മാറ്റങ്ങളും അവരും സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇടയിലും നമുക്കൊക്കെ തന്നെ സ്വീകാര്യരായിട്ടുള്ള രീതിയിലുള്ള പല പ്രൊഫഷനുകളും ചെയ്യുന്ന, എന്നാൽ അവരുടെ ഈ ടെററിസ്റ്റ് മുഖം പുറമേ കാണിക്കാതെ വളരെ ഡിസ്ക്രീറ്റ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലത്തേക്ക് പ്രവർത്തിക്കുന്നതിനുള്ള വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള നിരവധി ടെററിസ്റ്റുകളുണ്ട്. അത് നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ ഇന്ത്യയിലുണ്ട്, അത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. അങ്ങനെയാണ് അവരവരുടെ ആ ഒരു നെറ്റ്വർക്ക് കൂടുതൽ ദൃഢമാക്കുന്നതും ഏറ്റവും താഴെ തട്ടിൽ ഇതൊക്കെ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരിലേക്കൊക്കെ തന്നെ എത്തുന്നതും എല്ലാം തന്നെ ഈ ശൃംഖലയുടെ ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക. ഒരു തരത്തിലും ജനവിരുദ്ധമായിട്ടുള്ള, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ഒരു നറേറ്റീവിനും നമ്മുടെ മനസ്സിനെ ഭരിക്കാനായിട്ട് നമ്മൾ അനുവദിക്കുന്നില്ല, അതിനുള്ള ഇടം നമ്മൾ കൊടുക്കുന്നില്ല എന്നൊരു തീരുമാനം നമ്മളെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു സെൻറ്റിമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ ആൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്യുക എന്നതൊക്കെ തന്നെയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജി. കാലം എത്ര മാറിയാലും ആ സ്ട്രാറ്റജിക്കൊന്നും തന്നെ ഒരു മാറ്റവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സാമൂഹ്യ ബോധങ്ങളിൽ, നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളിലൊക്കെ തന്നെ അടിയുറച്ച വിശ്വാസം ഉണ്ടായിരിക്കുക. അതിനെ തകർക്കുന്നതിന് വേണ്ടി ഒരാൾക്കും ഒരു സ്പേസും നമ്മൾ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുക. അങ്ങനെ ചെയ്താൽ ഈ വെള്ളക്കോളർ ഭീകരത എന്നതിനെ ചെറുക്കുന്നതിനും അതിൻ്റെ പേരിൽ കരയുന്ന അടുപ്പുകൂട്ടികൾക്ക് നിരാശ സമ്മാനിക്കുന്നതിനും ഒരു ജനത, ഒരു സമൂഹം, ഒരു രാജ്യം എന്ന നിലയിൽ നമുക്ക് ഏവർക്കും സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.